പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരെയും എയർ പബ്ലിക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാണ്. കുറേ ദിവസങ്ങളായി വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ ഏതായാലും ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു കഥയാണ്. കാരണം നമ്മുടെ പഴയ കാരണന്മാരൊക്കെ ഒരുപാട് കഥകളൊക്കെ പറയുമായിരുന്നു. എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു കഥയൊക്കെ പറഞ്ഞിട്ടാണ് അവർ കാര്യങ്ങളിലേക്ക് കടക്കാറുള്ളത്. അപ്പോൾ അത്തരത്തിൽ പഴയ എൻ്റെ സുഹൃത്ത്, ഒരു വയസ്സായ ഒരു സുഹൃത്ത് പറഞ്ഞ ഒരു കഥ എനിക്ക് എന്തോ വളരെ ഇഷ്ടം തോന്നി. അപ്പോൾ ആ കഥയൊന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് കരുതി. ആ കഥയിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പഴയകാലത്തെ ഒരു കഥയെ ഇന്നത്തെ കാലത്തെ കുട്ടികൾ കേട്ട് കഴിഞ്ഞാൽ ആ കഥയെ എങ്ങനെ മാറ്റും എന്നുകൂടെ നമുക്ക് നോക്കാം. അതായത് എല്ലാം വളച്ചൊടിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ത് വിഷയമുണ്ടെങ്കിലും അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് അത് വളച്ചൊടിച്ച് ഓരോരുത്തരുടെ ഭാവനയ്ക്ക് അനുസരിച്ച് മാറ്റും. അപ്പോൾ ഞാൻ ഈ പറയുന്ന കഥയെ ഈ പുതിയ കാലഘട്ടത്തിലെ കുട്ടികൾ അതിനെ എങ്ങനെ കാണുന്നു എന്നുകൂടെ നമുക്ക് നോക്കാം. അപ്പോൾ കഥ മറ്റൊന്നുമല്ല, ഒരു പാവപ്പെട്ട ഒരു വിറക് വെട്ടി ജീവിക്കുന്ന ഒരു ആളുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് രാവിലെ തന്നെ ഒരു കോടാലിയുമായിട്ട് പോയി ഒരു നദിക്കരയിലുള്ള മരം എല്ലാം വെട്ടി, പാഴ്മരങ്ങളെല്ലാം വെട്ടി അത് വിറകാക്കി അത് സെയിൽ ചെയ്ത് ജീവിക്കുന്ന ഒരു ആളായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇയാൾ ഒരു നദിക്കരയിൽ നിന്നുകൊണ്ട് വിറക് വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ കോടാലി ഉണ്ടല്ലോ, അത് നദിയിലേക്ക് വീണു. അപ്പോൾ ഇദ്ദേഹത്തിനാണെങ്കിൽ നീന്താൻ അറിയില്ല. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് അദ്ദേഹത്തിന് ഒരു പിടിയില്ല. ലാസ്റ്റ് അദ്ദേഹം കരയാൻ തുടങ്ങി. ആരെങ്കിലും സഹായത്തിന് വരുമോ എന്ന് കരുതി കരയാൻ തുടങ്ങി. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നദിയിൽ നിന്ന് ജലദേവത പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പോൾ ജലദേവത വന്നു ചോദിച്ചു, എന്താണ് സുഹൃത്തെ, നീ എന്തിനാ കരയുന്നത് എന്ന് ചോദിച്ചാൽ കാര്യം പറഞ്ഞു, എൻ്റെ കോടാലി വെള്ളത്തിൽ വീണുപോയി, നദിയിലേക്ക് വീണുപോയി, അത് എനിക്ക് നീന്തൽ അറിയില്ല, അത് മുങ്ങിയെടുക്കാൻ എനിക്ക് നീന്തൽ അറിയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ജലദേവത അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയാണ്, നിങ്ങൾ കരയല്ലേ, നിങ്ങൾക്ക് ആ കോടാലി ഞാൻ എടുത്ത് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ജലദേവത ഈ നദിയിലേക്ക് മുങ്ങി വീണ്ടും പ്രത്യക്ഷപ്പെടുകയാണ്. കയ്യിലൊരു സ്വർണത്തിൻ്റെ കോടാലിയുമായിട്ടാണ് ജലദേവത വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സ്വർണത്തിൻ്റെ കോടാലി കാണിച്ചിട്ട് ഇദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഇതല്ലേ നിങ്ങളുടെ കോടാലി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം ആലോചിച്ചിട്ട് പറഞ്ഞു, ഇതല്ല എൻ്റെ കോടാലി ഇതല്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് വേണമെങ്കിൽ പറയാം, സ്വർണത്തിൻ്റെ കോടാലിയാണ് കിട്ടിയിരിക്കുന്നത്, അത് വാങ്ങിയിട്ട് ഇതെൻ്റെ കോടാലിയാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് എടുക്കാം. അദ്ദേഹത്തിന് ഒരുപാട് ജീവിതത്തിൽ ബുദ്ധിമുട്ടുന്ന ആളാണ്, പൈസക്കൊക്കെ സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ആളാണ്. പക്ഷെ എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ സത്യസന്ധത അതിനെ അദ്ദേഹത്തിനെ സമ്മതിച്ചില്ല എന്നുള്ളതാണ്. അദ്ദേഹം സത്യം പറഞ്ഞു, ഇതെൻ്റെ കോടാലി അല്ല എന്ന് പറയുകയാണ്. ഉടനെ ജലദേവത വീണ്ടും നദിയിൽ പോയി മുങ്ങി മറ്റൊരു കോടാലിയുമായിട്ട് വരികയാണ്. അത് വെള്ളി കോടാലിയായിരുന്നു. അപ്പോൾ ഈ വെള്ളി കോടാലി കാണിച്ചിട്ട് ചോദിച്ചു, ഇതല്ലേ നിങ്ങളുടെ കോടാലി? അല്ല എന്ന് പറയുകയാണ്. എൻ്റെ കോടാലി ഇതല്ല എന്ന് പറയുകയാണ്. വീണ്ടും ആ ജലദേവത നദിയിൽ മുങ്ങി മറ്റൊരു കോടാലിയുമായിട്ട് വന്നു. അതൊരു ഇരുമ്പിൻ്റെ കോടാലിയായിരുന്നു. ഇത് കണ്ട ഉടനെ വിറക് വെട്ടുന്ന ആൾ പറഞ്ഞു, ഇതാണ് എൻ്റെ കോടാലി എന്ന് പറഞ്ഞ് അത് വാങ്ങാൻ ശ്രമിക്കുമ്പോൾ ഈ ജലദേവത ഇദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു. അതായത് അദ്ദേഹത്തിൻ്റെ ആ സത്യസന്ധത കണ്ടിഷ്ടപ്പെട്ട് ഈ 3 കോടാലിയും അദ്ദേഹത്തിന് സമ്മാനിക്കുകയാണ്. ഇത് 3 നിങ്ങൾ വെച്ചോ, നിങ്ങളുടെ സത്യസന്ധതയ്ക്ക് ഞാൻ തരുന്ന ഒരു സമ്മാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് 3 അദ്ദേഹത്തിന് സമ്മാനിക്കുകയാണ്. അങ്ങനെ ഒരു കഥ. അങ്ങനെ ഈ കഥയെ നമ്മുടെ ഈ പുതിയ കാലഘട്ടത്തിലുള്ള ഒരാൾ പറയുകയാണ്, ഇതേപോലെ ഒരു വിറക് വെട്ടി ഇങ്ങനെ നദിക്കരയിൽ നിന്നുകൊണ്ട് വിറക് വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കോടാലി നദിയിലേക്ക് വീണു പോകുന്നു. ഇതുപോലെ ജലദേവത പ്രത്യക്ഷപ്പെടുന്നു, അങ്ങനെ സ്വർണ്ണ കോടാലി കാണിക്കുന്നു. പറഞ്ഞതുപോലെ തന്നെ എല്ലാം 2 കോടാലി അല്ല എന്ന് പറയുന്നു. ലാസ്റ്റ് ഇരുമ്പ് കോടാലി കൊടുത്തോടനെ അത് ആണ് എൻ്റെ കോടാലി എന്ന് പറഞ്ഞ ഉടനെ പഴയതുപോലെ തന്നെ ഈ 3 കോടാലിയും ഇദ്ദേഹത്തിന് ജലദേവത സമ്മാനിക്കുകയാണ്. അങ്ങനെ ഈ 3 കോടാലിയുമായിട്ട് ഇദ്ദേഹം വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് ഇത് കൊണ്ട് ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു കാരണവശാലും സമ്മതിക്കില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം അറിയാം. അങ്ങനെ ഇയാൾ പറയുകയാണ്, ഇതിങ്ങനെ സംഭവം ഉണ്ടായി, എനിക്ക് ജലദേവത സമ്മാനമായിട്ട് തന്നതാണ് എന്ന് പറയുകയാണ്. ഒരിക്കലും ഭാര്യ അംഗീകരിക്കുന്നില്ല. എന്ത് ജലദേവത, നിങ്ങൾ ആളെ കളിയാക്കാതെ ഇത് എവിടെ നിന്ന് മോഷിച്ചിട്ടുണ്ടോ എന്ന് പറയും, നിങ്ങൾ അവിടെ കൊണ്ടുവയ്ക്കുക എന്ന് പറയുകയാണ്. ഇല്ലടി, ഇത് എനിക്ക് കിട്ടിയതാണ് എന്ന് പറയുകയാണ്. ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഭാര്യ അത് അംഗീകരിക്കുന്നില്ല. ലാസ്റ്റ് പറയുകയാണ്, എനിക്കിത് നേരിട്ട് കാണണം, ആ ജലദേവത എനിക്ക് കാണണം എന്ന് പറയുകയാണ്.
കുഴപ്പമില്ല, നിന്നെ ഞാൻ നാളെ രാവിലെ കൂട്ടിക്കൊണ്ട് പോവാം എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ ഇവർ രണ്ടുപേരും വീണ്ടും നദിക്കരയിലേക്ക് പോവുകയാണ്. പഴയതുപോലെ ഇദ്ദേഹം വിറവ് വെട്ടിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്താണ് ഒരു സംഭവം ഉണ്ടായി. ഈ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഇരുന്ന ഒരു നദിക്കരയിൽ നിന്നും വഴുതി നദിയിലേക്ക് വീഴുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ വെള്ളത്തിലേക്ക് വീണു. അദ്ദേഹത്തിന് നീന്താൻ അറിയില്ല. വീണ്ടും ഇയാൾ കരയാൻ തുടങ്ങി. അങ്ങനെ ജലദേവത പ്രത്യക്ഷപ്പെട്ടു. ജലദേവത എന്തായാലും പ്രത്യക്ഷപ്പെടുമല്ലോ. അങ്ങനെ ജലദേവത പ്രത്യക്ഷപ്പെട്ടു. സംഭവം ചോദിച്ചു, ഇതാണ് സംഭവം, എൻ്റെ ഭാര്യ വെള്ളത്തിൽ വീണു, എനിക്ക് നീന്താൻ അറിയില്ല, രക്ഷിക്കണമെന്ന് പറയുകയാണ്. ഉടനെ ജലദേവത വെള്ളത്തിൽ മുങ്ങിയിട്ട് വളരെ ഭംഗിയുള്ള അഴകുള്ള സ്ത്രീയെ കൊണ്ടുവരികയാണ്. അത് വേറെ ആരുമില്ല, ഐശ്വര്യ റായ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഐശ്വര്യ റായെ കൊണ്ടുവന്നിട്ട് ഇതാണോ നിന്റെ ഭാര്യ എന്ന് ചോദിച്ചപ്പോൾ ഇത് തന്നെയാണ് എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ് സമ്മതിക്കുകയാണ്. ഉടനെ ജലദേവതയ്ക്ക് ദേഷ്യം വരികയാണ്. നീ ഇന്നലെ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്, ഇന്നലെ നീ വളരെ സത്യസന്ധനായിട്ട് അഭിനയിക്കുകയായിരുന്നല്ലേ ഇന്നലെ. ഇന്ന് നിന്റെ ഒരു ഗ്രാമത്തിലുള്ള, അതായത് കാണാൻ ഭംഗിയൊന്നുമില്ലാത്തൊരു സ്ത്രീ, നിന്റെ ഭാര്യ വെള്ളത്തിൽ വീണ് ഞാൻ ഐശ്വര്യ റായ് കൊണ്ടുവന്നു, നീ അതാണെന്ന് പറയുന്നു. ഉടനെ ഇദ്ദേഹം പറയുകയാണ്, താങ്കളെക്കുറിച്ച് എനിക്ക് അറിയില്ല. താങ്കൾ ആദ്യം ഐശ്വര്യ റായ് കൊണ്ടുവരും, ഞാൻ ഇതല്ല എന്ന് പറയും. അത് കഴിഞ്ഞ് നയൻതാരയെ കൊണ്ടുവരും, അതും എൻ്റെ ഭാര്യയല്ല എന്ന് പറയും. മൂന്നാമത് എൻ്റെ ഭാര്യയെ കൊണ്ടുവരും, അപ്പോൾ അത് എൻ്റെ ഭാര്യയാണെന്ന് പറയും. അവസാനം നിങ്ങൾ 3 പേരെ എൻ്റെ അടുത്ത് തന്നിട്ട് നിങ്ങൾ സ്ഥലം വിടും. ആരാണ് കഷ്ടപ്പെടാൻ പോകുന്നത്? 3 പേരെ എന്നെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം കൊണ്ടുവന്ന ആ സ്ത്രീയെ തന്നെ ഞാൻ എൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞതെന്ന് പറയുകയാണ്. അപ്പോൾ പണ്ടത്തെ ആ കഥ വളച്ചൊടിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയാവുന്നു എന്നതാണ് കഥ. എന്തായാലും ഇന്നത്തെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ്. കഥ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി പറയുന്നതോടൊപ്പം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിച്ചു നിർത്തുന്നു. ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും